പോലെ അതിഥി വിശേഷത്തിലേക്കാണ്. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ഏതൊരു ഇന്ത്യൻ ജേർണലിസ്റ്റും കൊതിക്കുന്ന ഒരു അംഗീകാരം, സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ് 2024 സ്വന്തമാക്കിയ മലയാള മാധ്യമ രംഗത്തെ ഏറ്റവും മുതിർന്ന വനിതാ മാധ്യമ പ്രവർത്തക ബീന കെ എ ആണ്. ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ് ബീന കെ എ ന്യൂസ് 3യിൽ. സ്വാഗതം ബീന മാം ന്യൂസ് 3യിലേക്ക്. ഇപ്പം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു ഇന്ത്യൻ ജേർണലിസ്റ്റും കൊതിക്കുന്ന അത്ര വലിയൊരു അംഗീകാരം നേടിയതിൻ്റെ നിറവിൽ നിൽക്കുകയാണ് മാം ഇപ്പോൾ. ഇന്ത്യൻ ഗ്രാമവഴികളിലൂടെ നടന്ന് തേഞ്ഞ കാലുമായാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ആ വലിയ അംഗീകാരം സ്വന്തമാക്കിയത് എന്നുള്ളത് ഞാൻ വായിച്ചറിഞ്ഞു. മാം തന്നെ പറഞ്ഞതാണ്, മാമിൻ്റെ വാക്കുകളാണത്. അപ്പോൾ ഏകദേശം 10 വർഷത്തിലധികം നീണ്ടു നിന്ന ഒരു പ്രയത്നത്തിന് ലഭിച്ച അംഗീകാരമാണത്. ഒരിക്കലും ഒരു അവാർഡ് കിട്ടുക, ഇത്തരത്തിൽ അംഗീകാരം കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അല്ല ഒരിക്കലും ഇത്തരം മാധ്യമ ഇടപെടലുകൾ മാം നടത്തിയിട്ടുള്ളത് എന്നറിയാം. എന്നാലും നമ്മുടെ വർക്കുകൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് അതൊരു വലിയ സന്തോഷമല്ലേ? തികച്ചും അപ്രതീക്ഷിതമായി തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് ലബ്ധി ഉണ്ടാകുന്നത്. ഞാൻ 10 വർഷം 2014 ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത്. കേരളത്തിലെ പല പഞ്ചായത്തുകളിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ ജോലിയോടനുബന്ധിച്ച് പല പഞ്ചായത്തുകളിലും പോകുമ്പോൾ അവിടെയുള്ള സ്ത്രീകളോടും ദളിതരോടുമുള്ള നമ്മുടെ നാട്ടിൽ കാണുന്ന ചില നല്ലതായതും ചീത്തയുമായ പല പ്രവണതകളും ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കേരളം പോലെ ഒരിടത്ത് നിന്ന് നോക്കുമ്പം ഇന്ത്യയിൽ എന്തായിരിക്കും പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഈ സംവരണം വഴി ദളിതർക്ക് സ്ത്രീകൾക്ക് സംവരണം വഴി ആ ഗ്രാമങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. അതിനു മുമ്പ് ഏതാണ്ട് ഒരു 10-25 വർഷത്തോളം പല സ്ഥലങ്ങളും പോയി കാണുകയും എഴുതുകയും യാത്രാവിവരണങ്ങൾ എഴുതുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം എടുത്തുകൊണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ച് ഞാൻ പോയത് 2014 ആദ്യം പോകുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു. അവിടെ ആദ്യം കണ്ട സുജാത രമേശ്, ആ സുജാത രമേശിനെ കുറിച്ചുള്ള സ്റ്റോറിയും ഈ അവാർഡിന് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടു. അവർ എപ്പോൾ വേണോ കൊല ചെയ്യപ്പെടാമെന്ന്, അവരൊരു ദളിത് സ്ത്രീയാണ്. അപ്പോൾ എപ്പോൾ വേണോ അവർ ആക്രമിക്കപ്പെടാം, കൊല ചെയ്യപ്പെടാം, പല ആക്രമണങ്ങളും കഴിഞ്ഞ സമയത്താണ് ഞാൻ അവരെ കാണുന്നത് എന്ന ലേബലിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ കാണാൻ ഞാൻ ആദ്യം പോവുകയായിരുന്നു. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിലെ ഒരു 7 സ്ഥലങ്ങളിൽ പോയി, പഞ്ചായത്തുകളിൽ പോയി. അവിടെ നിന്ന് ബീഹാറിലേക്ക്, ഉത്തർപ്രദേശിലേക്ക്, ഗുജറാത്തിലേക്ക്, പശ്ചിമ ബംഗാളിലേക്ക്, ഹരിയാനയിലേക്കൊക്കെ പോയി അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ, പ്രസിഡൻറ്റുമാരെയൊക്കെ കണ്ട് അപ്പോൾ എന്താണ് ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാമയാഥാർത്ഥ്യം എന്താണ്, ഇന്ത്യൻ ജീവിതങ്ങൾ എങ്ങനെയാണ് ഈ ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒപ്പം തന്നെയാണ് എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണ്. അത് നമ്മൾ എത്ര സംവരണം വഴി കൊടുക്കാൻ ശ്രമിച്ചാലും അത് യഥാർത്ഥത്തിൽ ഫലപ്രദമാകുന്നത് ആ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന മറ്റുള്ളവരുടെയും കൂടെയുള്ള ഒരു താല്പര്യത്തിലാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുമ്പോഴോ ഒന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടമോ ഒന്നും പ്രതീക്ഷിച്ചല്ല. എനിക്ക് ശരിക്കും ഇന്ത്യയെ കാണണമായിരുന്നു, ഇന്ത്യ അറിയണമായിരുന്നു. ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എനിക്ക് യാത്ര ചെയ്യണമായിരുന്നു, മനുഷ്യരിലേക്ക് ചെന്ന് എഴുതണമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ജോലി തുടങ്ങിയത്. പക്ഷെ അത് അവസാനം ഈ വർഷം ആദ്യം ഇറങ്ങിയ ആ കസേര ആരുടേതാണ് എന്നുള്ള ഒരു പുസ്തകത്തിൽ എത്തിച്ചേർന്നു. ആ കസേര ആരുടേതാണ്, അങ്ങനെ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുമ്പോഴാണ് ആ കസേര, അധികാരത്തിൻ്റെ കസേര, അത് സ്ത്രീകൾക്കും ദളിതർക്കും ഉണ്ടോ എന്നുള്ള ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടത്തും ഞാൻ കണ്ടത് കസേരയിൽ ഇരിക്കാൻ പറ്റാതെ നിലത്തിരിക്കുന്ന ദളിതരെയും സ്ത്രീകളെയും ഒക്കെയാണ്. ചിലയിടത്ത് അതിനകത്ത് വളരെ ശക്തമായി ആ കസേരകളിൽ ഞങ്ങൾ ഇരിക്കും എന്ന് വളരെ ശക്തമായി തന്നെ അവരുടെ വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി തന്നെ ഇരുന്ന സ്ത്രീകളെയും ദളിതരെയും കണ്ടു. അവരിൽ പലരും ആക്രമിക്കപ്പെടുന്നത് കണ്ടു, അവരുടെ ജീവിതം തകരുന്നത് കണ്ടു. അപ്പോൾ ഈ 2014-15 യാത്ര ചെയ്തിട്ട് പിന്നീടൊരു ഇടവേള എൻ്റെ കേന്ദ്ര സർവീസിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ഇടവേള എടുത്തിട്ട് പിന്നെ ഞാൻ 2024 ഇതേ സ്ഥലങ്ങളിലേക്ക് പോയി ഇതേ മനുഷ്യരെ കാണുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഈ അധികാരം, രാഷ്ട്രീയ അധികാരം അവരുടെ ജീവിതങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. പല സ്ഥലങ്ങളിലും അവരുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന തരത്തിലാണ് അധികാരത്തിൽ വന്നതുകൊണ്ട്
അവർ ജീവിക്കേണ്ടി വരുന്നത്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പോൾ അത് ശരിക്കും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ മാധ്യമരംഗത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞങ്ങളൊക്കെ പത്രപ്രവർത്തനം പഠിക്കുന്ന കാലത്ത് വികസനോന്മുഖ പത്രപ്രവർത്തനത്തിനും ഗ്രാമീണ മേഖലയിലെ റിപ്പോർട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ഞങ്ങൾക്കൊരു ഇത് പേപ്പർ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മാധ്യമരംഗത്തിൻ്റെ സ്വഭാവം തന്നെ മാറിയിരിക്കുന്ന ഈ കാലത്ത് ഇത്തരം ഒരു പുസ്തകത്തിന് അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾക്ക് പ്രസക്തിയുണ്ടോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉള്ള ഒരു മറുപടിയായി ഈ അവാർഡ് വന്നപ്പം എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമുക്ക് യാത്ര ചെയ്യാൻ ഫിലിപ്പ് നൈറ്റ്ലി എന്നുള്ള പ്രശസ്ത പത്രപ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശരിക്കും നമ്മൾക്ക് കാണേണ്ട ആളുകളിലേക്ക് ചെന്ന് സ്റ്റോറി ചെയ്യുമ്പോഴാണ് യഥാർത്ഥ പത്രപ്രവർത്തനമാകുന്നത്. അപ്പോൾ അതിനുള്ള ഒരവസരം ആയിട്ട് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ വികസനത്തിനും നമ്മുടെ ഉള്ളിൽ മാത്രമല്ല നമ്മുടെ നാടിനും നമ്മുടെ പത്രപ്രവർത്തന രംഗത്തിനും ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുത്താനും അതിനൊരു ഗുണപ്രദമായ രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ കഴിയുമെന്ന് എനിക്ക് ഉറപ്പ് തന്ന ഒരു അനുഭവമാണ് ഈ സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ്. മാം, ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുമ്പോഴും അതിനുള്ളിലെ ആ പഠനത്തെക്കുറിച്ച് അറിയുമ്പോഴും ഒരുപാട് അതിശയം തോന്നുകയാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ദളിതർക്ക്, സ്ത്രീകൾക്ക് ഒക്കെ സംവരണം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായി ആ സ്ഥാനങ്ങളിൽ ഏറാൻ കഴിയുന്നുണ്ടോ, അവരുടെ ഭരണപരമായി ഒരു ജനപ്രതിനിധി എന്നുള്ള തലത്തിൽ അവർക്ക് ആ ഒരു കർമ്മം നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും അതിനപ്പുറത്തെ കാര്യം ചിന്തിക്കില്ല. സംവരണം ഉണ്ടല്ലോ, സ്ത്രീകൾക്ക് സംവരണം ഉണ്ടല്ലോ, ദളിതർക്ക് സംവരണം ഉണ്ടല്ലോ എന്നതിൽ മാത്രം ആ പ്രഖ്യാപനം തന്നെ വളരെ വലിയ പുരോഗമനപരമായ ഒന്നാണ്. അതിനപ്പുറത്തെ കാര്യം ചിന്തിക്കില്ല. അത് നടപ്പാകുന്നുണ്ടോ, ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ സ്ത്രീകൾ ആ ജനപ്രതിനിധികളായതിൻ്റെ പേരിൽ മാത്രം അവരുടെ ജീവിതം തന്നെ അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത്? സംവരണം ഏർപ്പെടുത്തിയിട്ട് പോലും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം അവർ അംഗീകരിക്കപ്പെടുന്നില്ലേ എന്നുള്ള വലിയൊരു അതിശയമാണ് തോന്നുന്നത്. അതിനപ്പുറം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മാമിന് എങ്ങനെയാണ് ഈ ചിന്തയുണ്ടായത്? ആ ചോദ്യം, ഈ സംവരണം പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് വേണ്ട വിധത്തിൽ നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം, ഒരു തോന്നൽ, അതെവിടെ നിന്നാണ് ഉണ്ടായത്? ഈ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഒരു സ്ത്രീയാണ് പ്രസിഡൻ്റ് എങ്കിൽ അവിടെ കിട്ടേണ്ട, ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ആ സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന അല്ലെങ്കിൽ ബഹുമാനം അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് അവർ തന്നെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നി. അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് നമുക്കറിയാം, എത്രയോ നാളായി നമ്മുടെ പാർലമെൻറ്റിൽ ഒരു വിമൻസ് റിസർവേഷൻ ബില്ല് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ രാഷ്ട്രീയപരമായി അധികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അധികാരമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ അധികാരമുള്ള ഒരാൾ, ആ അധികാരമാണ് യഥാർത്ഥത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായത്. ഇതിൽ കണ്ട ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും പോയപ്പോൾ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ സ്ത്രീ ആയിരിക്കും പഞ്ചായത്ത് പ്രസിഡൻ്റ് എങ്കിൽ മിക്കയിടത്തും അവരുടെ ഭർത്താക്കന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുക. പലയിടത്തും സ്ത്രീകളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല പഞ്ചായത്ത് പ്രസിഡൻ്റ് ആരാണെന്ന്. എന്ന് വെച്ചാൽ പ്രസിഡൻറ്റിൻ്റെ ഉത്തർപ്രദേശിലൊക്കെ അവരതിനൊരു പേര് പോലും ഇട്ടിട്ടുണ്ട്, പ്രധാൻ പതി അല്ലെങ്കിൽ സർപഞ്ച് പതി എന്ന്. അതായത് ഭർത്താവാണ് നോക്കുന്നത് കാര്യങ്ങളെല്ലാം, ഭാര്യ വീട്ടിലിരുന്ന് കാര്യങ്ങൾ നോക്കുക. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഭർത്താവ് എല്ലാം കാണിച്ചെല്ലാം തന്നിട്ട് തന്നെ ഒരു വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് യഥാർത്ഥ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വീട്ടിലിരിക്കുന്ന സ്ത്രീയാണെന്ന്, പുറത്ത് ഈ പുരുഷനാണ് കാര്യങ്ങൾ നടത്തുന്നതെന്ന്. അപ്പം അങ്ങനെ ഈ അധികാരം ഇത്രയും നമുക്കറിയാം 95 ഏതാണ്ട് 30 വർഷത്തോളം ആവുന്നു. ഇത്രയും പ്രാവശ്യം ഉണ്ടായിട്ടും പലയിടത്തും മാറ്റം ഉണ്ടായിട്ടില്ലെന്നല്ല, ഒരു ചെറിയ തരത്തിൽ മാത്രമാണ് ശരിക്കും പല സംസ്ഥാനങ്ങളിലും ഈ അധികാരം സ്ത്രീകളെ ശക്തരാക്കിയിരിക്കുന്നത്. മാം, ഇപ്പോൾ ഒരു 6 സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിന്റെ ആധാരമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ശരിക്കും ഈ 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണോ, അല്ലെങ്കിൽ വളരെ പുരോഗമിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലും സമാനമായ സാഹചര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ട് എന്ന് മാം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് സാക്ഷരത ഉണ്ടെങ്കിലും നമ്മുടെ സ്ത്രീകൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അനുഭവം അനുസരിച്ച് ഇവിടെ ഗോപ്യമായ രീതിയിൽ സ്ത്രീകളോടുള്ള എത്ര ഉന്നത നിലയിലിരുന്നു കഴിഞ്ഞാലും ഏത് പൊസിഷനിലിരുന്നാലും ആ ഒരു മനോഭാവം ഇനിയും മാറാനുണ്ട് വളരെയേറെ. അതെല്ലാവരും തന്നെ അനുഭവിക്കുന്നതാണ്. ദളിതരും അതുതന്നെയാണ്. കേരളത്തിലെ പലപ്പോഴും ദളിതർ സുഹൃത്തുക്കൾ പറയുന്നത് ഗോപ്യമായ രീതിയിൽ പ്രകടമായിട്ട് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലോ കാണുന്ന തരത്തിലല്ലെങ്കിൽ പോലും ഗോപ്യമായ രീതിയിൽ ഇവിടെയും ഇത്തരം വിവേചനങ്ങളുണ്ട്. ആ വിവേചനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഞാൻ കണ്ട ഏറ്റവും ഒരു
പ്രത്യേകത. എന്തെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് പറയുന്ന ഒരു തലമുറ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവരണം എല്ലാം ഏർപ്പെടുത്തിയതിൻ്റെ ഗുണം വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. പല സംസ്ഥാനങ്ങളിലും നമ്മൾ പോകുമ്പോൾ ഇപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പല സമയത്തും അത് പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിലുമുണ്ട്. അതായത് ഒരു പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഉയർന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീയാണ് പ്രസിഡന്റ്. അവർക്ക് 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമുള്ളൂ. അവർ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു എനിക്ക് ഒപ്പിടാൻ അറിയാമെന്ന്. അതിനപ്പുറത്തേക്ക് അവർക്ക് വിദ്യാഭ്യാസമോ കാര്യവിവരമോ ഒന്നുമില്ല. ഓഫീസിൽ പോലും അവർ തുങ്കടിട്ടിട്ട് മുഖം മറച്ചിട്ടിരിക്കുന്ന ഒരു രീതിയാണ്. ആ സ്ത്രീയോട് ഞാൻ എന്നിട്ട് ഇറങ്ങുമ്പോൾ ചോദിച്ചു, നിങ്ങൾ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ അഭിമാനകരമായ മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അമ്പലത്തിൽ ഈ ശിവരാത്രിക്ക് ഒരു ദളിത് പെൺകുട്ടി തൊഴാൻ വന്നു. അവളെ ഞങ്ങളെല്ലാം എല്ലാവരും കൂടി അടിച്ച് പുറത്താക്കി. അതിന് നേതൃത്വം നൽകാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് രാത്രി അവളുടെ വീട് ആക്രമിച്ചു. അതിനുള്ള സംഘത്തിനെയും പറഞ്ഞു വിടാനും അതിന് നേതൃത്വം നൽകാനും എനിക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന മുഹൂർത്തം എന്ന്. അപ്പം ഞാൻ ശരിക്കും അന്തം വിട്ട് അല്ലെങ്കിൽ ഞെട്ടിക്കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടന ഇതിലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു ചോദ്യമുണ്ട്, ദളിതോ ജൂത്ത ജൈസാഹേന സിർമെ നഹി പഹനേഗ. അതായത് ദളിതം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെയല്ലേ, ആരെങ്കിലും അതെടുത്ത് തലയിൽ അണിയുമോ എന്ന്. അപ്പം ഇത്തരം മനോഭാവം നമ്മൾ ഇന്ത്യയുടെ പല ഭാഗത്തും എനിക്ക് കാണാൻ പറ്റി, സ്ത്രീകളോടും കാണാൻ പറ്റി, പിന്നെ ദളിതരുടെ ജീവിതങ്ങളിലും കാണാൻ പറ്റി. ചില സ്ത്രീകളിലൊക്കെ ചില സ്ഥലങ്ങളിൽ ദളിതർ വളരെ ശക്തരായി മുന്നോട്ട് വരുന്നുണ്ട്, പക്ഷെ അതിലും പ്രയാസപ്പെട്ട് പിന്നോട്ട് വലിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. തീർച്ചയായും നമ്മൾ ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അവർ നടത്തുന്ന ഇടപെടലുകൾ വിജയം കാണുക എന്ന് പറയുന്നത് ഏത് അനീതിക്കെതിരെയാണോ പോരാടുന്നത് അതിന് ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോഴും ആ അനീതി മാറി അവിടെ നീതി നടപ്പാക്കുമ്പോഴുമാണ്. അവാർഡിനപ്പുറം മാമിനും അത് തന്നെയാണ് ആവശ്യം. പക്ഷേ ഇത് എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന ഒന്നാണ്. പക്ഷെ ഒരു 10 വർഷത്തിനുള്ളിലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ, ബീഹാർ അടക്കമുള്ള 6 സംസ്ഥാനങ്ങളിലാണ് പഠനം നടത്തിയത്, അവിടെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ നൂറ്റാണ്ടുകളായി ഇതല്ല ഈ രണ്ടും, പാട്രിയാർക്കി എന്ന് പറയുന്ന സ്ത്രീയെ അടിച്ചമർത്തുന്നതും അതിൻ്റെ തന്നെ ഒരു ഭാഗമെന്ന് നമുക്ക് പറയാവുന്ന ദളിത് വിവേചനവും ഒക്കെ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. നൂറ്റാണ്ടുകളായി നമ്മൾ പിന്തുടർന്നു പോരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇത്. ശരിക്കും നമ്മുടെ പോലെയുള്ള പത്രപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും വളരെ ശക്തമായ ആത്മാർത്ഥമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരുന്നാൽ ഇതിന് മാറ്റം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറ്റം വന്നേ തീരുള്ളൂ എന്ന് വെച്ചാൽ പുതിയ കാലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം തന്നെ മാറേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഇടപെടലുകൾ, നിരന്തരമായ ഇടപെടലുകളും നമ്മളുടെയൊക്കെ മനസ്സിൽ തന്നെയുള്ള മാറ്റങ്ങളും ഒക്കെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 10 വർഷമൊന്നും എടുത്ത് മാറുമെന്ന് എനിക്ക് അത്ര പ്രതീക്ഷയൊന്നും എനിക്കില്ല. സാധാരണയായിട്ട് നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് പോലെയല്ല അവിടുത്തെ ഗ്രാമവഴികളിലൂടെ സഞ്ചരിക്കുക, ഗ്രാമീണരെ കാണുക, അവിടുത്തെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുക, അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ലാത്ത ഒന്നാണ് എന്നുള്ളത് ഞാൻ ഒരുപാട് യാത്രികരിൽ നിന്ന് തന്നെ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം ചെന്നെത്തി പഠിക്കുക എന്ന് പറയുന്നത് ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ എത്രത്തോളം വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു? എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കളാണ് എല്ലായിടത്തും അതിന് സഹായകമായത്. ഒന്നാമത് പല സ്ഥലങ്ങളിലും ഭാഷ നമുക്കറിയില്ല. ഇപ്പം ഗുജറാത്തിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും അവരുടെ ഹിന്ദിയോ അവരുടെ ഭാഷയോ, ഈവൻ തമിഴ്നാട്ടിൽ പോലും ഭാഷ നമുക്ക് വലിയ പ്രശ്നമാണ്. ഇവർ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ. അപ്പം മിക്ക സ്ഥലത്തും എന്നെ സഹായിച്ചത് ആ സംസ്ഥാനങ്ങളിലെ പത്രപ്രവർത്തക സുഹൃത്തുക്കളാണ്. അവർ കൂടെ വരികയും ഈ വിഷയങ്ങളെക്കുറിച്ച് അവരോട് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സമയത്ത് ഒരു തർജ്ജിമക്കാരായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഉത്തർപ്രദേശിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പല സുഹൃത്തുക്കളും എൻ്റെ കൂടെ പിന്നെ വന്നതുകൊണ്ടാണ് ആ ഹിന്ദിയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഇപ്പം ഈ അവാർഡിൻ്റെ ഈ അർഹമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി, കേരള കൗമുദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു, മാതൃഭൂമി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു, വാരാന്ത്യപതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ ദ ഐഡം എന്നുള്ള പോർട്ടലിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പം ഇവരുടെ എല്ലാ സഹായത്തോടു കൂടിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് യാത്ര സാധ്യമായത്. വളരെ റിസ്കി ആയിട്ടുള്ള യാത്രയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഇപ്പോൾ ഇത് ചരിത്രമാണ്. ഇതിനകത്ത് നമ്മൾക്കൊരു പത്രപ്രവർത്തക അല്ലെങ്കിൽ യാത്രാ വിവരണം എഴുതുന്ന ആളെന്നുള്ള നിലയ്ക്കൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഫിക്ഷൻ എഴുതുന്നതുകൊണ്ട് അതിൻ്റെ സാധ്യതകളും എൻ്റെ കയ്യിൽ നിന്ന് വന്നു പോകാം. പക്ഷേ ഇതൊന്നും അല്ലാതെ ഇത് ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ചരിത്രം ഞാൻ കണ്ട ഒരു ചരിത്രമാണ്. അപ്പോൾ അതിനകത്ത് പൂർണ്ണമായ സത്യസന്ധത എനിക്ക് പുലർത്തിയേ മതിയാവുള്ളായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ തർജ്ജമയിൽ കൂടിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ ഒരു തരത്തിലുള്ള ഒരു തെറ്റ് വരാൻ പാടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പം ഈ ആന്ധ്രാപ്രദേശിലെ സ്ഥൂലരത്നം എന്നുള്ളൊരു സ്ത്രീ അവരെ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പിന്നെ മേലെ വളവ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ 6 ദളിത് പിന്നെ പഞ്ചായത്ത് അംഗങ്ങളെ ഒറ്റ ദിവസം
കൊല ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പഞ്ചായത്ത് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഡയമെൻഷനിലാണ് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നത് എന്ന് എനിക്ക് പറയണമായിരുന്നു ആളുകളോട്. ഞാൻ ഉസ്ലാംപെട്ടിയിലെ പാപ്പാപ്പെട്ടി, കീരിപ്പെട്ടി എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളിൽ പോയിട്ട് കണ്ട 2014 കണ്ട ബാലിച്ചാമിയും പെരിയ കറുപ്പനും 2024 ഞാൻ ചെല്ലുമ്പം അവർ പാപ്പരായി. ഒരാൾ പിന്നെ പക്ഷാഘാതം വന്ന് കിടക്കുകയാണ്, മറ്റേ ആൾക്ക് ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആളുകൾ അയാളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. സമൂഹം അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്, അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട്. എന്നുവെച്ചാൽ ഉന്നത ജാതിയിലുള്ളവർ ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് വളരെ നിഷ്കരണം അവരുടെ ജീവിതം പിച്ച് ചീന്തപ്പെട്ട കാഴ്ചയാണ് ഞാൻ കണ്ടത്. സുജാത രമേശ് അവരുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ അവരെ ആദ്യം കാണുന്നത്. രണ്ടാമത് ഞാൻ ചെല്ലുമ്പോൾ അവർ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും അവർക്കെതിരെ നിരവധി കേസുകൾ വരികയും അതിനുവേണ്ടി അവർ ഓടിക്കൊണ്ട് നടക്കുന്നതാണ് കണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പം ഈ ഒരുപാട് ശ്രദ്ധ ഇനിയും പതിയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പോ രാജ്യസഭാ തെരഞ്ഞെടുപ്പോ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ നമുക്ക് കൊലപാതകങ്ങൾ നടക്കില്ല. പക്ഷേ ഇന്ത്യയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പല സംസ്ഥാനങ്ങളിലും ഒരുപാട് പേര് കൊല ചെയ്യപ്പെടും എന്നുള്ളത് നമ്മളിപ്പോൾ ഇത് ഈവൻ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്ന് വെച്ചാൽ അത്രയ്ക്കും അതൊരു ഇനിയും റെസിസ്റ്റൻസ് കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് മാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെയാണോ ഗ്രാമങ്ങളിലടക്കം നടക്കുന്നത് എന്ന് ഓർക്കുമ്പം എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാവുന്നുണ്ട്. നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് മാറി പത്രപ്രവർത്തന രംഗത്തെ വിശേഷങ്ങളിലേക്ക് വന്നാൽ എനിക്കറിയാം, ഈ സ്ത്രീകളുടേതല്ലാതിരുന്ന പത്രപ്രവർത്തന രംഗം എന്ന് പറയുന്നത് സ്ത്രീകളുടേതല്ലാതിരുന്ന ഒരു കാലത്ത് ജേർണലിസം പഠിക്കാൻ ഇറങ്ങി തിരിച്ച ഒരാളാണ്. അവിടെ നിന്ന് ദൂരദർശൻ്റെയും ആകാശവാണിയുടെയും ഒക്കെ എഡിറ്റർ എന്നുള്ള ആ ഒരു വലിയ പൊസിഷനിലേക്ക് എത്തി. അത്തരത്തിൽ ആ ഒരു പൊസിഷൻ അലങ്കരിക്കുന്ന ആദ്യത്തെ വനിത തന്നെയാണ് മാം. അപ്പോൾ എങ്ങനെയാണ് പത്രപ്രവർത്തനം എങ്ങനെയാണ് പ്രചോദനമായി മാറിയത്? ആ മേഖലയിലേക്ക് എത്തണം എന്നുള്ളത് എങ്ങനെയാണ് ആഗ്രഹിച്ചത്? എൻ്റെ അച്ഛൻ ഒരു പത്രം നടത്തി ഇവിടുന്ന് ഒളിച്ചോടേണ്ടി വന്ന ഒരാളായിരുന്നു. അപ്പോൾ ചെറിയ കാലം മുതൽ പത്രപ്രവർത്തനം, അച്ഛൻ മർച്ചൻ്റ് നേവിയിലായിരുന്നു. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി വനിതാ പത്രപ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ പുള്ളി വളരെ ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് കത്തെഴുതുമായിരുന്നു, ഇങ്ങനെ നീ അതാകണം എന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്രിക് ലുംബ യൂണിവേഴ്സിറ്റി മോസ്കോയിൽ എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷേ ഈ പത്രപ്രവർത്തനത്തോടുള്ള താല്പര്യം കാരണം അച്ഛനും എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയും ഇവിടെ പഠിക്കുകയും ചെയ്തു. കാര്യം ഇവിടുത്തെ ജേർണലിസം ചെയ്യുന്ന കാലത്ത് തന്നെ ഞാൻ 10ാം ക്ലാസ് മുതൽ ശരിക്കും പത്രപ്രവർത്തനത്തിനകത്ത് വന്നു എന്ന് പറയാം. അതിൻ്റെ ആദ്യത്തെ എഴുത്ത് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്ന മാതൃഭൂമി വീക്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ. അപ്പം മുതൽ തന്നെ മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻസുമായിട്ടും പിന്നീട് ഏതാണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തും എല്ലാം ഒരുപാട് പിന്നെ ഒരു ഫ്രീലാൻസറെ പോലെ ജോലി ചെയ്തു. പത്രപ്രവർത്തനം പഠിച്ചു. കേരള കൗമുദിയിലും മാതൃഭൂമിയുടെ പബ്ലിക്കേഷൻസിലും ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് എന്ന് പറഞ്ഞ കേന്ദ്ര സർവീസിൽ ജോയിൻ ചെയ്യുകയും പല തലത്തിലുള്ള മാധ്യമ പിന്നെ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതായത് ഫീൽഡ് പബ്ലിസിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ദൂരദർശൻ്റെയും ആകാശവാണിയുടെയും ന്യൂസ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ വൈവിധ്യമുള്ള ഒരു പത്രപ്രവർത്തനം അല്ലെ മാധ്യമ ജീവിതം ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനോടൊപ്പം ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു ജീവിത വഴിയും അതിൻ്റെ പാരലായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 13ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ പുസ്തകം ഇറങ്ങുന്നത് അല്ലേ? ആദ്യത്തെ പുസ്തകം ബീന കണ്ട റഷ്യ 13ാമത്തെ വയസ്സിലാണ് ഞാൻ എഴുതുന്നത്, അത് പുറത്തു വരുന്നത്. അത് കഴിഞ്ഞിപ്പോൾ 40ഓളം പുസ്തകം. ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് ആ കസേര ആരുടേതാണ് എന്നുള്ള ഈ യാത്രാവിവരണങ്ങൾ എഴുതുന്നതാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതിനൊപ്പം തന്നെ ചെറുകഥകളും കുട്ടികൾക്കുള്ള നോവലുകളും ഒക്കെ എഴുതാറുണ്ട്, മാധ്യമരംഗത്തെക്കുറിച്ച് എഴുതാറുണ്ട്. അപ്പോൾ എഴുതാനെന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറയുമ്പം ഒന്നിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് പറയുന്ന ഒരു കാലത്തിൽ കൂടെ വന്നവരാണ് ഞങ്ങളൊക്കെ. ശരിക്കും വന്ന കാലത്ത് പത്രപ്രവർത്തന രംഗത്ത് സ്ത്രീകളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്തേ പറ്റുള്ളായിരുന്നു, ഞങ്ങൾക്ക് വഴി തെളിച്ചേ പറ്റുള്ളായിരുന്നു. പുറകിൽ നിന്ന് വരുന്നവർ, ഞാൻ പല സ്ഥലത്തും ആദ്യമായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ആദ്യം DYPയിൽ എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരു സ്ത്രീയും ജോലി ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഓഫീസർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ജോലി ചെയ്യേണ്ട, പോകാൻ പറഞ്ഞു, ഈ ജോലിയിൽ നിങ്ങൾ മാറി വേറെ വല്ലതും വാങ്ങി പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ പിടിച്ചു നിന്ന് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പലതരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ജോലികൾ ചെയ്യാൻ പറ്റും. ആ വഴികളിൽ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു. ബഷീർ അവാർഡ്, കേരള ബാലസാഹിത്യ അക്കാദമി അവാർഡ്, അത് ലിറ്ററേച്ചർ വിഭാഗത്തിലും ഒരേ സമയം അവാർഡുകൾ വാരിക്കൂട്ടുന്നതിനോടൊപ്പം ജേർണലിസം വിഭാഗത്തിലും അവാർഡുകൾ ഇങ്ങനെ കൂട്ടുന്നുണ്ടായിരുന്നു അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി അവസാനമായിട്ട് ചുരുങ്ങിയ വാക്കുകൾ ചോദിക്കാം. മാം ആദ്യം തന്നെ പറഞ്ഞു മാധ്യമരംഗം ഒരുപാട് മാറുന്ന കാലഘട്ടമാണ്. മാധ്യമ പ്രവർത്തകരും അത്തരത്തിൽ ആ ഒരു മാറ്റത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇനി വരാൻ
പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പുതുതലമുറയിലെ വനിതാ മാധ്യമ പ്രവർത്തകരോട് മാമിന് ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളൊരു സന്ദേശം? വനിതാ മാധ്യമപ്രവർത്തകരല്ല, മാധ്യമരംഗം തന്നെ നമ്മുടെ കയ്യിലല്ല. ഇതൊരു വലിയ വേറൊരു രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും എനിക്ക് എല്ലാ തിരക്കുകൾക്കിടയിലും എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ മാധ്യമരംഗത്തിൽ ഇത്തരമുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ തരുന്ന, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എനിക്ക് നിറവേറ്റാനുണ്ട്, ആ രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം എല്ലാവർക്കും സാധ്യമാണെന്നറിയില്ല. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മൾ കാവൽഭടന്മാർ തന്നെയാണ്, നമ്മൾ നാലാം തൂണ് തന്നെയാണ്. നമ്മൾ ജാഗ്രത കുറഞ്ഞാൽ നമ്മുടെ സമൂഹം നമ്മുടെ കൈവിട്ടു പോകും. ആ ജാഗ്രത ഉണ്ടെങ്കിൽ പലയിടത്തും നമുക്ക് നമ്മുടെ രാജ്യത്തെ നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനെ കുറച്ചുകൂടി നല്ലതാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പത്രപ്രവർത്തകൻ്റെ ഉറങ്ങാത്ത അടയാത്ത കണ്ണുകളും നിതാന്ത ജാഗ്രതയും തന്നെയാണ് എല്ലാവർക്കും എപ്പോഴും ആവശ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സൂക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഉറപ്പായും ഒരുപാട് നന്ദി മാഡം, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ബീന മാം ഇവിടെ എത്തിയതിന് ഞങ്ങൾക്കും ഒരുപാട് അഭിമാനം. ന്യൂസ് 3യിലൂടെ ഒരിക്കൽ കൂടി മാമിനെ ഒപ്പം ചേർത്ത് ന്യൂസ് 3 ഒരു പുതിയ എപ്പിസോഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണ്. അപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു, ഒരുപാട് കഥകൾ കേൾക്കാനുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും മാധ്യമപ്രവർത്തനത്തിലെ ശക്തമായ ഇടപെടൽ തുടരൂ, ഒരുപാട് അംഗീകാരങ്ങൾ അതുവഴി തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് നന്ദി.